ഇന്നലെ ഏറ്റവും കൂടുതൽ സലീം കുമാറിൻ്റെ ചടങ്ങുകളിൽ ശ്രദ്ധേയമായതും എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കിക്കണ്ടതും മകൻ ചന്തു മാധ്യമങ്ങളോട് ദേഷ്യപ്പെടുന്നത് തന്നെയായിരുന്നു. ഒരു ആൾ പോലും ശരിക്കും പറഞ്ഞാൽ ചന്തുവിനോട് ദേഷ്യപ്പെട്ടില്ല തിരിച്ച് എന്നതാണ് സത്യം. മറിച്ച് ചന്തുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ആ സമയം ചന്തുവിൻ്റെ മാനസിക നില മാറുകയാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദിലീപ് തന്നെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുകയായിരുന്നു. ചന്തു ബഹളം വയ്ക്കല്ലേ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു ദിലീപ് അവിടെ ചെയ്തത്. ചന്തു മാനസിക നില തെറ്റി മാധ്യമങ്ങളോട് തന്നെ വളരെയധികം ദേഷ്യപ്പെടുകയും നിങ്ങൾക്കൊക്കെ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പുറം വശത്തു നിന്ന് ദിലീപ് ചന്തു വിട്ടേക്ക്, അച്ഛൻ്റെ ചടങ്ങുകൾ ചെയ്യുക എന്ന് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു. ഇന്നലെ ആ കുടുംബത്തിനോടൊപ്പം മുഴുവൻ സമയവും ഉണ്ടായിരുന്നത് നടൻ ദിലീപ് തന്നെയാണ് എന്നെല്ലാവരും കണ്ട കാര്യമാണ്. ആരൊക്കെ വന്നപ്പോഴും ദിലീപ് അവിടെ തന്നെയുണ്ടായിരുന്നു. ഹരിശ്രീ അശോകനാകട്ടെ മറ്റേത് താരവുമാവട്ടെ അവിടെ എത്തിയ ഓരോരുത്തരും കണ്ടത് സലീം കുമാറിനോടുള്ള സ്നേഹവും അത്രയും അധികം ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ദിലീപിനെ തന്നെയാണ്. ദിലീപിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കൂടെ നിന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് സലീം കുമാർ എന്ന് പറയാം. അന്ന് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ദിലീപിനെതിരെയുള്ള സ്റ്റാൻഡ് അല്ലെങ്കിൽ ദിലീപിന്റെ സ്റ്റാൻഡ് എന്ന് സലീം കുമാറിനോട് ചോദിച്ചപ്പോൾ കോടതി പറയട്ടെ ദിലീപ് കുറ്റക്കാരനാണ് എന്ന്, ജനങ്ങളല്ലല്ലോ പറയേണ്ടത് എന്ന് പറഞ്ഞൊരു അതുല്യ കലാകാരനും സൗഹൃദവും സുഹൃത്തുമൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലീം കുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദിലീപിന് ഒരിക്കലും സലീം കുമാറിന്റെ കുടുംബത്തെ വിട്ട് ഇന്നലത്തെ ദിവസം പോകാൻ സാധിക്കില്ല. അത്രയേറെ ആ കുടുംബവുമായി അടുപ്പമുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. ആ കുടുംബത്തിന് വേണ്ടി എപ്പോഴും സഹായത്തിന് ഓടിയെത്തുന്ന സലീം കുമാറിൻ്റെ ഒരു കുഞ്ഞനുജൻ കൂടിയാണ്. ചന്തുവിൻ്റെ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. മീനാക്ഷിയുമായും ചന്തുവിന് വളരെയധികം സൗഹൃദമാണ്. ഇവർ കുട്ടികളും വളരെയധികം സൗഹൃദത്തിൽ നിൽക്കുന്നത് തന്നെ നന്നായി ദിലീപിനും അറിയാവുന്ന കാര്യമാണ്. വളരെ ചെറുതിലേ കണ്ടിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സൗഹൃദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നുകൂടി പറയുന്നു. പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇപ്പോൾ ദിലീപിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ചന്തുവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ചന്തുവിൻ്റെ കൂടെ തന്നെ അദ്ദേഹം നിൽക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വളരെയധികം സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെ തന്നെ വാർത്തയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് ചന്തു എല്ലാവരോടും ദേഷ്യപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നേരം ചന്തുവിനെ ആശ്വസിപ്പിക്കുകയും ചന്തു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നിർത്തുകയും ചെയ്ത ദിലീപ് തന്നെയാണ്. ദിലീപ് അത് പറഞ്ഞപ്പോൾ തന്നെ ചന്തു നിർത്തുകയും ചെയ്തു. അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് എപ്പോഴും നൽകിയിട്ടുള്ളത്. കുടുംബവുമായി വളരെയധികം അടുപ്പമായതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ കുറിച്ച് എപ്പോഴും ചന്തു അങ്ങനെ പറഞ്ഞിട്ടുള്ളതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.